എൻ്റെ പേര് അനീന. ഞാൻ തിരുഹൃദയം. എനിക്ക് പുറത്ത് പോകണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ പപ്പയുടെ കൂടെ പപ്പൻ്റെ അടുത്ത് ഒരു ദിവസം പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോവാം, കൃപാസനത്തിൽ പോയി ഉടുമ്പടി എടുക്കണമെന്ന്. എനിക്ക് പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു. പപ്പയ്ക്ക് എഴുതാനും വായിക്കാനും കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പപ്പയോട് പറഞ്ഞു ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് പപ്പ എന്നെ കൂട്ടി വിളിച്ച് ഇവിടെ വന്നു. അപ്പോൾ പപ്പേൻ്റെ അടുത്ത് കുറേ പ്രാവശ്യം ചോദിച്ചു, നീ ഉടുമ്പടി എടുക്കണ്ടോ എന്ന്. അപ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഉടുമ്പടി എടുക്കണില്ല, നോക്കാം, അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം, അവിടെ ചെന്നിട്ട് എന്താണെന്ന് നോക്കട്ടെ എന്നൊക്കെ ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് മടിയായിരുന്നു. രാവിലെ 5:30 എഴുന്നേൽക്കണം, പ്രാർത്ഥന എത്തിക്കണം, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം അത്രയും നേരം ഉറങ്ങാനുള്ള സമയം അത്രയും നേരം പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഉടുമ്പടി എടുക്കാനുള്ള അന്ന് പപ്പയോട് തർപ്പിച്ച് തന്നെ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ കഴിഞ്ഞപ്പോൾ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, പുറത്തോട്ട് പഠിക്കാൻ പോകുന്ന പിള്ളേർക്ക് ഉടുമ്പടി എടുക്കാം. പിന്നെ ഇവിടെ നിന്നപ്പോൾ ഞാൻ കേട്ടായിരുന്നു വീട്ടിലൊരാൾക്ക് മാത്രം ഉടുമ്പടി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് സന്തോഷമായി. കാരണം പപ്പ പ്രാർത്ഥിച്ചോളും, പപ്പ വേണ്ട കാര്യങ്ങളൊക്കെ വീട്ടിലോട്ട് വേണ്ട കാര്യങ്ങളൊക്കെ പപ്പ പ്രാർത്ഥിച്ച് നേടി തന്നോളും. അപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു എനിക്ക് ഉടുമ്പെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ. അത് പിന്നെ പപ്പ പറഞ്ഞു, വിദേശത്തൊക്കെ പുറത്ത് പഠിക്കാൻ പിള്ളേർക്ക് വേണ്ടി ഉടുമ്പടിയൊക്കെ എടുക്കാം, അപ്പോൾ നീ ഉടുമ്പടി എടുക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ അങ്ങനെ ഉടുമ്പടി എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട് സ്കൈമാർക്ക് എന്ന് പറഞ്ഞ ഏജൻസി വഴിയാണ് പോയത്. അപ്പോൾ ആ ഏജൻസി എന്നെ പരിചയപ്പെടുത്തി തന്നു. അതിൽ ഞാൻ എൻ്റെ ആപ്ലിക്കേഷന് കൊടുത്തു. പിന്നെ ഉടുമ്പടി എടുത്തതിന് ശേഷം ഞാൻ പള്ളിയിലും പോവും, പ്രാർത്ഥന എത്തിക്കും, കൂടെ പ്രാർത്ഥിക്കാൻ പപ്പ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിലൊന്നും ഉഴപ്പും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്തു. വെള്ളിയാഴ്ച ഞാൻ കൊടുത്തു, തിങ്കളാഴ്ച എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അത് പിന്നെ എല്ലാ സ്റ്റെപ്പുകൾക്കും വിസയുടെ പ്രോസസ്സ് വരെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഒന്നും ഞാൻ മുടക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. 2 ആഴ്ചയോടും കുമ്പസാരിക്കുകയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. കൂടുതൽ കൊന്തെത്തിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഞാൻ സമയം കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം എനിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഓൺലൈനായിട്ട് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പിറ്റേ ദിവസത്തേക്ക് പ്രാർത്ഥനയൊക്കെ എത്തിച്ച് അച്ഛൻ്റെ വീഡിയോസും കണ്ട് ഉപവാസം എടുത്ത് ഞാൻ പിറ്റേ ദിവസത്തേക്കൊക്കെ എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയമായി. ഇൻ്റർവ്യൂവിന് അവർ കുറേ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ എന്നെ ഹെൽപ്പൊക്കെ ചെയ്തിരുന്നു. എന്നാലും ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ കുഴപ്പമില്ലാണ്ട് ഞാൻ പാസ്സായി. കാരണം ഞാൻ എൻ്റെ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിനകത്ത് ഉപ്പും ഞാൻ എൻ്റെ നെറ്റിത്ത് തൈലും ഒക്കെ ഞാൻ തൂത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ കിട്ടി, കുഴപ്പമുണ്ടായില്ല. അത് അന്ന് എൻ്റെ രാത്രിയായിരുന്നു രണ്ടാമത്തെ ഇൻ്റർവ്യൂ. അത് വെള്ളിയാഴ്ചയായിരുന്നു. അതിനെനിക്ക് നെറ്റിൻ്റെ പ്രോബ്ലം കാരണം കയറാൻ പറ്റിയില്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ കുറേ സങ്കടപ്പെട്ടു പോയി. കാരണം ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായി, രണ്ടാമത്തെ ഇൻ്റർവ്യൂ നെറ്റിൻ്റെ പ്രശ്നം കാരണം കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ ഏജൻസിക്കാരെ കണക്ട് ചെയ്തു. ഏജൻസിക്കാർ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ശനി ഞായർ അവർ ഫോൺ എടുക്കത്തില്ല, അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ശനിയാഴ്ച എനിക്ക് ഒട്ടും പറ്റില്ല. കാരണം എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഫെയിലായോ, എനിക്കൊരു ഉത്തരവും കിട്ടണില്ല, അവരെന്തുകൊണ്ട് എന്നെ വിളിക്കണില്ല, എനിക്കൊരു റിപ്ലൈ തരാത്ത എന്താ, അങ്ങനെ വെച്ച് കുറേ ഞാൻ ഇങ്ങനെ സങ്കടപ്പെടുകയും മാതാവിൻ്റെ മുമ്പിൽ തിരിയെത്തിച്ച് കരയുകയും ഒക്കെ ചെയ്തിരുന്നു. ഞാൻ അന്ന് ഒരു ഉച്ചയായി കഴിഞ്ഞപ്പോൾ എനിക്ക് റീജിയണൽ ഓഫീസിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അനീനയുടെ ഇൻ്റർവ്യൂ ടൈം ഞായറാഴ്ച 12:30 അനീന ഞായറാഴ്ച അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂ ടൈം വന്നു. പിന്നെ ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ 12:30 ഇൻ്റർവ്യൂവിന് കയറി. അപ്പോൾ ഞാൻ ഉപ്പ് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ സിസ്റ്റത്തിനകത്ത് ഉപ്പിട്ടുണ്ടായിരുന്നു, നെറ്റിത്തെ തൈലവും പൂശിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് കയറി. അപ്പോൾ ഞാൻ വിചാരിച്ചത്ര രീതിയിൽ പെർഫോം ചെയ്യാനൊന്നും ആ ഇൻ്റർവ്യൂവിൽ എനിക്ക് പറ്റിയില്ല. കുറേ ഇൻ്റർവ്യൂ ചെയ്ത ആൾ കുറേ എന്നെ വട്ടം തിരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി മിക്കവാറും ഇൻ്റർവ്യൂ എനിക്ക് കിട്ടൂല എന്നൊക്കെ ആയിട്ട്. അത് പിന്നെ തിങ്കളാഴ്ച ആയി കഴിഞ്ഞപ്പോൾ ഏജൻസിയിൽ നിന്ന് ഒരു ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, അനീന ഇനി തൊട്ട് നിൻ്റെ ഇൻ്റർവ്യൂവിന് നിന്നെ മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഞാനാണ് എന്ന് പറഞ്ഞ് ആ ചേട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഉറപ്പായി കിട്ടിയിട്ടുണ്ടാവില്ല ആ ഇൻ്റർവ്യൂ പോയി എന്ന്. അത് പിന്നെ ചൊവ്വാഴ്ച ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മെയിലിൽ വന്നേക്കാം, അനീന യു വാസ് ക്ലിയർഡ് യുവർ ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി എന്നും പറഞ്ഞ് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് റീജിയണൽ ഓഫീസിൽ നിന്ന് വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഏജൻസിക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, അനീന പാസ്സായി, അങ്ങനെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം, ക്യാസിന് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും ഞാൻ വിചാരിച്ച ഒന്നും എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ പറയാനോ ചെയ്യാനോ ഒന്നും പറ്റിയില്ല. എന്നിട്ടും ഞാൻ ആ ഇൻ്റർവ്യൂ മാതാവിൻ്റെ
ഒറ്റ പ്രാർത്ഥനയിൽ മാത്രം എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാക്കാനും ഒക്കെ പറ്റി. പിന്നെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചത് വഴിയായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ ആദ്യം 2-ൻ്റെ എല്ലാം കംപ്ലീറ്റ് ആക്കിയായിരുന്നു. 4-ൻ്റെ റോഡ് ടെസ്റ്റിൽ എൻ്റെ പോയി. അത് ഈ കഴിഞ്ഞ 31-ാം തീയതി ആയിരുന്നു രണ്ടാമത്തെ ടെസ്റ്റ് ഉണ്ടായിരുന്നത്, റോഡ് ടെസ്റ്റ്. അതിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ വഴിയായിട്ട് മാതാവിനെ എനിക്ക് മേഘത്തിൽ കാണാനും പറ്റി. ആ ഒരു സംരക്ഷണത്തിൽ എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കാനും പറ്റി. അതുപോലെ തന്നെ എൻ്റെ ക്യാസ് കുറേ ഡിലേ ആയിട്ട് വന്നത്. എൻ്റെ ക്യാസ് അത് കിട്ടി. അത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് വിസയും കിട്ടി. തിങ്കളാഴ്ച ആയിരുന്നു വിസയ്ക്ക് കൊടുത്തിരുന്നേ. ഇന്ന് എനിക്ക് എൻ്റെ വിസ എൻ്റെ കൈ കിട്ടി. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ 13 വർഷമായി എൻ്റെ വീട് ഷീറ്റിട്ട വീടായിരുന്നു എൻ്റെ. 13 വർഷമായി. അതിനകത്തൊരു മെയിൻ്റെനൻസ് വർക്ക് ഒന്നും ഇതുവരെയായിട്ട് നടന്നിട്ടുണ്ടായില്ല. ഉപ്പിട്ട് വീടിൻ്റെ സൈഡുകളെല്ലാം ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും കാശ് രൂപ വയ്ക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഒരു ചേട്ടൻ്റെ സഹായത്താൽ ആ വീടിൻ്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. വാർക്ക് മൊത്തം കഴിഞ്ഞു. ഇപ്പം തേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കുർബാന മാക്സിമം പണ്ടൊക്കെ ഞാൻ കുറേ മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കുർബാനയ്ക്ക് പോകേണ്ട മടി പിടിച്ചൊക്കെ വീട്ടിലിരുന്നിട്ടുണ്ട്. ഇപ്പം കുർബാന ഒന്ന് കേൾക്കുമ്പോൾ പള്ളിയിലെത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പള്ളിയിലെത്തിയാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. ഒരു ദിവസത്തെ കുർബാന മുടയും കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇപ്പം എന്തെങ്കിലും കാരണത്താൽ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഓൺലൈനായിട്ട് കുർബാന കാണാനും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ വായിക്കുകയും ഒക്കെയും മാതാവിനെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യേണ്ടി. ഇപ്പം എനിക്കിതിൽ പ്രശ്നം വന്നാൽ ആദ്യമൊക്കെ ഞാൻ വീട്ടുകാരോടും കസിൻസിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ ഞാൻ പറയുമായിരുന്നു, എനിക്കിങ്ങനെ ഒരു വിഷമമുണ്ട്, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ആ ചോദിക്കലൊക്കെ നിർത്തി. ഇപ്പം എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം ഞാൻ ഒരു തിരിയെടുക്കും, കത്തിക്കും, മാതാവിൻ്റെ മുമ്പിൽ പറയും എനിക്കിങ്ങനെ വിഷമമുണ്ട്, ഞാൻ ഇന്ന കാര്യത്തിൽ പോവുകയാണ്, നീ എൻ്റെ കൂടെ വന്നം. അതൊക്കെ മാതാവ് എനിക്ക് ചെയ്തു തരും. ഇപ്പം എനിക്ക് സങ്കടങ്ങൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ മാതാവ് എനിക്ക് സങ്കടങ്ങൾ കേൾക്കാൻ എപ്പോഴും ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ആരോടും പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും ഉപ്പിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഉപ്പ് ഞാൻ ഇടും. മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാവും. ഇപ്പം വിസയ്ക്ക് കൊടുത്തപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഉദ്ദേശിച്ച പോലെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, നിനക്കറിയാലോ നിൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. UK പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിൻ്റെ അടുത്ത് വന്നതിന് ശേഷം നീയാണ് എനിക്ക് തന്നത്. നിനക്കറിയാം എൻ്റെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതെന്ന്. ഇപ്പം എൻ്റെ ഉള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ഞാൻ വിസയ്ക്ക് ഓഫീസിൽ കൊടുക്കുക. ഈ സർട്ടിഫിക്കറ്റ് വെച്ച് എനിക്ക് എൻ്റെ വിസ എനിക്ക് അടിച്ചു തന്നെ. അതുപോലെ തന്നെ അന്ന് അവിടെ ചെന്നപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ മാതാവ് ഇരിക്കണമെന്ന് എനിക്ക് ഫീൽ ചെയ്യും. എൻ്റെ ടെൻഷനെല്ലാം മാറ്റിത്തരികയും എൻ്റെ വിസ എനിക്ക് അടിച്ച് ഇന്ന് എനിക്ക് കൈ കിട്ടുകയും ചെയ്തു തരുന്നു. നിങ്ങൾ എൻ്റെ പ്രായത്തിലുള്ള പിള്ളേരോട് ഞാൻ പറയാം, നിങ്ങൾ മാതാവിനെ വിളിച്ച് ഏത് കാര്യം അപേക്ഷിച്ചാലും മാതാവ് നിങ്ങൾക്കത് സാധിച്ചു തരും. ഇപ്പം നിങ്ങൾക്ക് വേണ്ടാന്ന് വിചാരിച്ച കാര്യമായിപ്പോലും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ മാതാവ് നിങ്ങളെ സഹായിക്കും. സ്നേഹം നിറഞ്ഞവരെ, അനീന പോൾ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവച്ചത്. ഒത്തിരിയേറെ യുവാക്കൾ ഈ അൾത്താരയിൽ ഓരോ ദിവസവും സാക്ഷ്യം പറഞ്ഞ് കടന്നു പോകാറുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ മകൾ പറഞ്ഞതുപോലെ ദിവ്യബലിയോട് ആഴമായിട്ടുള്ള സ്നേഹമുണ്ടാകുവാനായിട്ട്, ഈശോയോട് വലിയ സ്നേഹമുണ്ടാകുവാനായിട്ട്, സഭയോട് വലിയ സ്നേഹമുണ്ടാകുവാനായിട്ട് ഇവിടെയൊക്കെ ജീവിതത്തിൽ ഉടമ്പടി അനുഗ്രഹം ആകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. യുവാക്കളാണ് സഭയുടെ ഭാവി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വിശ്വാസം വളരുമ്പോൾ, അവരുടെ ജീവിതം വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, അവരുടെ ജീവിതം വഴിയായിട്ട് നാളെ സഭയിൽ ഒത്തിരിയേറെ ശുശ്രൂഷകൾ നടക്കുവാനായിട്ട്, അതുപോലെ തന്നെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു തലമുറയ്ക്ക് രൂപം കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഉടമ്പടി വഴി കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉടമ്പടി ജീവിതം വഴിയായിട്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്ത ഓരോ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം.